ദൈവവചനം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ലോകം ഒഴിഞ്ഞു പോകും, അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവന് നിലനിൽപ്പുണ്ട്. ഈ ഭൂമിയിൽ നമ്മെ ദൈവമാക്കിയത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. അങ്ങനെയുള്ളവർക്കെല്ലാം നിലനിൽപ്പുണ്ട്. കാലേബ്, യോശുവ, അവരുടെ പ്രായക്കാരെല്ലാം 40 വർഷം കൊണ്ട് മരുഭൂമി യാത്രയിൽ മരിക്കുമ്പോൾ കാലേബ് യോശുവയും ആരോഗ്യമുള്ളവനായി അവർ നല്ല ആരോഗ്യത്തോടെ കനാൻ ദേശത്ത് കാലുകുത്തി. അവരെക്കുറിച്ചുള്ള ദൈവഹിതത്തിലായിരുന്നു അവർ നടന്നിരുന്നത്. ദൈവഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് വരുന്ന എല്ലാ അനർത്ഥങ്ങളും ദൈവം തട്ടിമാറ്റും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് വിരോധമായിട്ടുള്ള ഒരാലോചനയും ഫലിക്കില്ല. ദാവീദിൻ്റെ ചരിത്രത്തിൽ നമുക്കത് കാണാം. ദാവീദിനെതിരെ വന്ന എല്ലാം ദൈവം തകർത്ത് കളഞ്ഞു. ദൈവേഷ്ടം ചെയ്യുന്നവനായിരുന്നു അവൻ. ദാവീദിന് ഏകദേശം ഒരു 60ഓളം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. ഈ 60 യുദ്ധത്തിൽ ഒരു യുദ്ധത്തിൽ പോലും ദാവീദ് തോറ്റില്ല. ആദ്യത്തെ യുദ്ധം ദാവീദ് ഒറ്റയ്ക്കാണ് ചെയ്തത്. പിന്നീട് ദാവീദിൻ്റെ കൂടെ യുദ്ധം ചെയ്യുവാൻ ഒത്തിരി പേരെ ദൈവം ഒരുക്കിയെടുത്തു. ഒറ്റക്കായിരുന്നപ്പോഴും കൂട്ടമായിരുന്നപ്പോഴും ദാവീദിനെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. ദാവീദ് പോകാതെ ദാവീദിൻ്റെ കൂടെയുള്ളവരെ യുദ്ധത്തിന് വിട്ടപ്പോൾ അവർ പരാജയപ്പെട്ടില്ല. കാരണം ദാവീദിൻ്റെ ലീഡർഷിപ്പിൻ്റെ കീഴെയായിരുന്നു അത്. ദൈവേഷ്ടം ചെയ്യലായിരുന്നു ദാവീദിൻ്റെ ജോലി. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഇന്നിത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടുപിടിച്ച് അത് ചെയ്യാനുള്ള ഒരു വലിയ വ്യഗ്രത കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ. ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യും. നിങ്ങളുടെ ആയുസ് വലുതാകണമെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം മെച്ചമാകണം, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നടന്നാൽ മതി. ദൈവഇഷ്ടം എങ്ങനെ അറിയും? വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവഹിതം മുഴുവനും മനസ്സിലാകും. ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു പ്രവാചകന്റെ പോലും ആവശ്യമില്ല. ആ വ്യക്തിയോട് ദൈവം തിരുവെഴുത്തുകളിലൂടെ സംസാരിക്കും. ഇന്ന് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഇന്നു മുതൽ കർത്താവ് തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. आत्मा मंडेरा था, पवित्र आत्मा मंडेरा था, आत्मा मंडेरा था, पवित्र आत्मा मंडेरा था। पेंतेकोस्त के दिन समान आत्मा मंडेरा था, पेंतेकोस्त के दिन समान आत्मा मंडेरा था, आत्मा मंडेरा था, पवित्र आत्मा मंडेरा था, आत्मा मंडेरा था, पवित्र आत्मा मंडेरा था। पेंतेकोस्त के दिन समान आत्मा मंडेरा था, पेंतेकोस्त के दिन समान आत्मा मंडेरा था। हम देखते हैं, लंगड़े चलते हैं, अंधे देखते हैं, लंगड़े चलते हैं। यीशु मसीह के नाम से अंधे देखते हैं, यीशु मसीह के नाम से लंगड़े चलते हैं। आत्मा मंडेरा था, पवित्र आत्मा मंडेरा था, आत्मा मंडेरा था, पवित्र आत्मा मंडेरा था। पेंतेकोस्त के दिन समान आत्मा मंडेरा था, पेंतेकोस्त के दिन समान
सुनते हैं। यीशु मसीह के नाम से गूंगे बोलते हैं। यीशु मसीह के नाम से बहरे सुनते हैं। आत्मा मंडरा था, पवित्र आत्मा मंडरा था। आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। शैतान कामता है, शैतान भागता है। शैतान कामता है, शैतान कामता है। यीशु मसीह के नाम से शैतान कामता है। यीशु मसीह के नाम से शैतान भागता है। आत्मा मंडरा था, पवित्र आत्मा मंडरा था। आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। आत्मा मंडरा था, पवित्र आत्मा मंडरा था। आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। കഴിഞ്ഞ ദിവസം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൽ യേശുവിൻ്റെ അടുക്കൽ പരീശന്മാർ ഒരു പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നു. അവളെ കല്ലെറിയാൻ അവർ പദ്ധതിയിട്ടു. അവളോട് ചേർന്ന് യേശുവിനെയും കല്ലെറിയണമെന്നാണ് അവരുടെ പ്ലാൻ. എന്താണ്? ന്യായപ്രമാണം മോശ പറയുന്നു ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, നീ എന്തു പറയുന്നു? യേശു അതിനെ പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം, ആ വ്യക്തി ആദ്യം ഇവളെ കല്ലെറിയണം. മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓരോരുത്തർ, മൂത്തവർ മുതൽ ഇളയവർ വരെ അവിടുന്ന് കടന്നുപോയി. ആർക്കും അവളെ കല്ലെറിയാൻ കഴിഞ്ഞില്ല. മനസാക്ഷി, അതാണ് നമ്മളവിടെ കാണുന്നത് 9-ാം വാക്യത്തിൽ. മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്നവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാര് ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപത്തിന് പരിഹാരം വരുത്താനാണ്. ജനങ്ങളെ സൗഖ്യമാക്കി, ജനങ്ങളെ സമൃദ്ധിയുള്ളവരാക്കി, ഈ ഭൂമിയിൽ തന്നെ ഒരു ഭാവി ഉണ്ടാക്കാനല്ല. എന്നാൽ യേശു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം എന്തെല്ലാം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടാലും 100 മടങ്ങി ഞാൻ തരാം. എന്നാൽ വരുവാനുള്ള ലോകമാണ് നിങ്ങളുടെ ഇത്, നിത്യജീവൻ ആണ് നിങ്ങൾക്ക് സ്വന്തം. പാപത്തിൽ നിന്നുള്ള വിമോചനമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകി തരുന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ജനങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ്. എന്തിനാണ് പാപത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നത്? പാപമാണ് ദൈവത്തെയും ഈ മനുഷ്യരെയും തമ്മിൽ രണ്ടായി തിരിച്ചത്. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. വേർപാടിന്റെ നടുച്ചുവരുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. 2 ധ്രുവങ്ങളിലായിരുന്ന ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നായി മാറിയത് യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിലൂടെയാണ്. പാപത്തിന് പരിഹാരം വരുത്തിയവൻ യേശുവിന് മാത്രമേ, പരിശുദ്ധ രക്തം കൊണ്ടുള്ള ആ യാഗത്തിന് മാത്രമേ മാനവജാതിയെ ദൈവത്തോട് നിരപ്പിക്കാൻ കഴിയൂ.
അതായത് ദൈവേഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു വ്യക്തിയെ മാറ്റണം, അല്ലെങ്കിൽ ദൈവ മകളും മകനുമാക്കി മാറ്റണം. ഇരുപക്ഷത്തെയും ഒന്നാക്കണം, ദൈവത്തോട് അടുപ്പിക്കണം. എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്തു വരും. ഇപ്പോൾ നമുക്ക് ധൈര്യമായി കൃപാസനത്തിലേക്ക് അടുത്തിയല്ല. പാപം എന്ന ആ അഴുക്കായ ദൈവം വെറുക്കുന്ന പ്രവണതയിൽ നിന്ന് യേശു ക്രിസ്തു നമുക്ക് വിമോചനം നൽകി. ഈ കാര്യത്തിനാണ് നമ്മൾ യേശുവിനെ ആരാധിക്കുന്നത്. കർത്താവേ, എനിക്ക് ഇന്നുള്ള അവസ്ഥയിലും എനിക്ക് അങ്ങേ ആരാധിക്കാൻ കഴിയും. കാരണം എനിക്കൊരിക്കലും നേടിയെടുക്കാൻ കഴിയാത്തത് അങ്ങ് എനിക്ക് തന്നു. വീട് ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കാത്തവർക്ക് സ്വന്തമാക്കാം. ഒരു നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, ഇതെല്ലാം ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കാത്തവനും സ്വന്തമാക്കാം. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം പ്രാർത്ഥനയിൽ യേശുവിനോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കൂ. സമാധാനം. പാപിയായ ഒരു മനുഷ്യന് സമാധാനമില്ല. ദുഷ്ടന്മാരുടെ ഹൃദയം കലങ്ങി മറിയുന്ന സമുദ്രം പോലെയെന്നാണ്. അപ്പോൾ ദൈവമില്ലാത്തവൻ്റെ ഹൃദയത്തിൽ സമാധാനമില്ല. പാപവിമോചനത്തിലൂടെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോടുള്ള സമാധാനം. എനിക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ധൈര്യമായിട്ട് ചെല്ലാം. എനിക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതത്തിലേക്ക് ധൈര്യമായിട്ട് പ്രവേശിക്കാം. ഈ ശരീരം വിട്ടാൽ ഞാൻ ദൈവത്തോടു കൂടെയാണ്. ശരീരത്തിലിരിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെയാണ്. അതാണ് സമാധാനം. ഒന്നുകൂടി പറയാം, ശരീരത്തിലിരിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെയും, ശരീരം വിട്ടാൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെയും. അതാണ് സമാധാനം. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ഞാൻ അവസാനം, ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്, ഇരിക്കും. എന്താണ്? പാപവിമോചനം ലഭിച്ച വിശുദ്ധരായ ജനങ്ങളോടുകൂടെ ദൈവത്തിന് വസിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളിൽ ഇപ്പോൾ പരിശുദ്ധ ആത്മാവുണ്ട്. നിങ്ങൾ പാപികളല്ല. വിശുദ്ധനായി തീരാൻ 10 പോയിന്റ് എഴുതിയെടുത്താലല്ല നമ്മൾ വിശുദ്ധരാകുന്നത്. യേശുവിൻ്റെ ചോരയാൽ കഴുകൽപ്പെട്ടപ്പോഴാണ്. യേശു നമ്മെ സ്വതന്ത്രമാക്കി, നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരായി. ഇന്ന് നമ്മൾ വിശുദ്ധരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളും. യോഹന്നാൻ 1:12 പോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. മേലാൽ പാപം ചെയ്യരുത്. ആ സ്ത്രീയോട് യേശുവിന് പറയാനുള്ളത്, ഇനി നീ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. അടുത്ത വാക്യങ്ങൾ ഇങ്ങനെയാണ് 12. പിന്നെ യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. എന്നിൽ ജീവിക്കുന്നവൻ, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കില്ല, ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. നാം വെളിച്ചമുള്ളവരായി മാറും. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. ഇന്ന് ഭൂമിയിലുള്ള എല്ലാവരെയും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന സത്യ വെളിച്ചമാണ് യേശുവെന്ന് യോഹന്നാൻ 1 പറയുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ടവർ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല. യേശു വെളിച്ചമാണ്. യേശുവിൻ്റെ വചനത്തെ പിടിച്ചടക്കാൻ, യേശുവിൻ്റെ സത്യങ്ങളെ മറിച്ചു കളയാൻ, ഇരുളാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതാണ് വചനമാണ് വെളിച്ചം. വചനത്തെ ഇരുട്ടാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഒരു വ്യക്തിയിലേക്ക് ദൈവവചനം വന്നാൽ ആ വ്യക്തി വെളിച്ചമുള്ള വ്യക്തിയായിട്ട് മാറും. പരീശന്മാരവനോട്, നീ നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു.
നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം യേശു എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നു. ഇത് തന്നെ യേശുവിനെ കൈക്കൊണ്ടവർക്ക് ഈ ധൈര്യമുണ്ട്. എവിടെ നിന്നാണ് വന്നത്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ദൈവത്തിലായിരുന്നു, ദൈവം എന്നെ കണ്ടു. ലോക സ്ഥാപനത്തിന് മുന്നമേ എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഞാൻ എവിടെയായിരുന്നു? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഈ ഭൂമി ഉണ്ടാകുന്ന ലോകം സ്ഥാപിക്കുന്നതിന് മുന്നമേ ഞാൻ ഉണ്ടായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിനെ പോലെ പ്രാഗൽഭ്യമുണ്ട്. ഇനി ഞാൻ എങ്ങോട്ട് പോകുന്നു, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഈ രണ്ട് കാര്യം, ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. ഇന്ന് ഭൂമിയിൽ ഈ സത്യം അറിയുന്നവർ ദൈവമക്കൾ മാത്രമുള്ളൂ. ഞാൻ എവിടെ നിന്ന് വന്നു? ലോക സ്ഥാപനത്തിന് മുന്നമേ ദൈവം എന്നെ കണ്ടിരുന്നു, തിരഞ്ഞെടുത്തിരുന്നു. ഞാൻ ദൈവത്തിലായിരുന്നു. സമയമായപ്പോൾ ഈ ഭൂമിയിൽ വന്നു. ഇനി ഞാൻ എൻ്റെ വെളിച്ചങ്ങളുടെ പിതാവിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. ഈ ലോകത്തിൽ ഞാൻ കുറച്ച് നാളുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ പിതാവിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എവിടേക്ക് പോകുന്നു? യേശു പറഞ്ഞ ഈ വാക്ക് പരീശന്മാർക്ക് മനസ്സിലായില്ല. ഇന്ന് നമ്മൾ തമ്മിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, യിരെമ്യാവിനോട് തന്നെ കർത്താവ് പറഞ്ഞു. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ, അയ്യോ ഞാൻ ബാലനാണ്, എനിക്ക് പ്രവചിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ നീ ഉണ്ടാകുന്നതിന് മുമ്പേ കുഞ്ഞെ ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചു. നിന്റെ കഴിവ് നോക്കിയല്ല, നിന്റെ വിദ്യാഭ്യാസമോ ഭാഷാശുദ്ധി നോക്കിയല്ല, നല്ല സംസാരശേഷി നോക്കിയല്ല ഞാൻ നിന്നെ പ്രവാചകനാക്കിയത്. നീ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചു. ഈ സത്യങ്ങൾ ഒരു ദൈവ പൈതൽ അറിയണം. നമ്മെ ദൈവം നിയമിച്ചത് ഇപ്പോഴല്ല, അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പം എവിടെ നിന്ന് വരുന്നു? എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ ഇഷ്ടം കൊണ്ട് ഞാൻ ഭൂമിയിൽ ഒരു പുരുഷനായി അല്ലെങ്കിൽ ഒരു സ്ത്രീയായി ജനിച്ചു എന്നാരും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ദൈവത്തിൻ്റെ പ്ലാനാണ് ഞാൻ എവിടെ നിന്ന് വരുന്നു? ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു. കുറച്ചു കാലം ഞാൻ ഇവിടെയുണ്ട്, എന്നിട്ട് ഞാൻ വീണ്ടും പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും എന്ന പാട്ട് പോലെ ഒരിക്കലും തിരിച്ചു വരാതെ നിത്യതയിലേക്ക് ഞാൻ വീണ്ടും കടന്നു പോകും. ഞാൻ യേശുവിൻ്റെതാണ്, യേശുവിൽ നിന്ന് വന്നതാണ്, ഈ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ദൈവ പൈതലാണ്. ദൈവത്തിൻ്റെ കുറേ പദ്ധതികൾ എന്നിലൂടെ നിറവേറാനുണ്ട്. വേല തികഞ്ഞു കഴിയുമ്പോൾ കർത്താവ് എന്നെ ഇവിടുന്ന് തൻ്റെ പദ്ധതികളിലേക്ക് കൊണ്ടുപോകും. ഹാനോക്കിനെ കൊണ്ടുപോയതുപോലെ, ഏലിയാവിനെ കൊണ്ടുപോയതുപോലെ എന്നെയും വേല തികച്ചാൽ ഉടനെ കർത്താവിന് കൊണ്ടുപോകാനുണ്ട്. ഇതാണ് ഒരു വിശ്വാസിക്ക് ഉള്ളിലുള്ള ഏറ്റവും വലിയ ധൈര്യം. ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എവിടേക്ക് പോകുന്നു. യേശു കർത്താവ് പറഞ്ഞ പല പ്രസ്താവനകളും യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായവർക്ക് പറയാൻ കഴിയും. എന്താണ്? ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ ഒരു അറിവ്, ഈ ഒരു പ്രാഗൽഭ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ദൃഢപ്പെടുത്താൻ കാരണമാകും. കാരണം ഞാൻ ഈ ഭൂമി കാണുന്ന എല്ലാവരിലും ഒരാളല്ല, ഞാൻ വ്യത്യസ്തനാണ്. എന്നെ ദൈവം ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നതാണ് ഒന്ന്. രണ്ട്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു കഴിയുമ്പോൾ നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കാൻ ഞാൻ ഇവിടെ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക്, നിത്യതയിലേക്ക് കടന്നു പോകും. വളരെ കൃത്യതയുള്ള, വ്യക്തതയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ ഒരു അനുഭവം, ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ, ഉളവായി നിൽക്കട്ടെ, ശക്തി ആർജിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ യേശുവേ ഞങ്ങളെ സഹായിക്കണം. ജീസസ് എവരിഡേ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൻ്റെ ആ വിലയേറിയ
അർത്ഥം ഗ്രഹിച്ച് ജീവിക്കുവാൻ ഓരോ വ്യക്തികൾക്കിടയാകട്ടെ. ഒരു വലിയ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ യേശുവിന് വേണ്ടി ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങൾ വേല തികച്ച് അത് പൂർത്തിയാക്കി കടന്നു പോകുന്ന ആ നല്ല പദ്ധതികളെ ഞങ്ങൾ അംഗീകരിച്ച് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അവരെക്കുറിച്ച് തന്നെ ഒരു ശരിയായ ചിത്രമുണ്ടാകട്ടെ. സൗഖ്യങ്ങൾ ഈ മക്കളിൽ നടക്കട്ടെ. സമാധാനം കൊണ്ട് നിറയട്ടെ. ഇവരുടെ സാമ്പത്തിക ഉറവകളെല്ലാം തുറക്കട്ടെ. യേശു ക്രിസ്തുവിലുള്ള പ്രാഗൽഭ്യമുള്ള ഒരു ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ ഓരോരുത്തരെ സഹായിക്കും, അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ വീണ്ടും ആശ്രയിക്കാം, യേശുവിൽ ജീവിക്കാം, കർത്താവിൽ നമുക്ക് സന്തോഷിക്കാൻ ഇനി ഇടയാകട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.